അപ്പയ്യ, யாரு சிவனா? நீ எப்ப வந்தது? ഇപ്പൊ വന്നതേ ഉള്ളൂ. വരുന്ന വഴിയാ. அப்பையா, இது யாரு? எனக்கு தெரிஞ்ச ஒரு பையனம்மா. எதுக்காக இங்க வந்திருக்காரு? ஏதாவது வேலை கிடைக்கிறதுக்காக வந்தோம். செட்டியாருக்கும் தெரிஞ்சவன் தான். அப்பையா, நீங்க இன்னைக்கு ஒர்க் ஷாப்புக்கு போகணும். வண்டி வேணும். ஃபியட் ரிப்பேர் கொடுத்து 3 நாள் ஆச்சு. அந்த மணி என்ன இப்படி பண்றான்? எனக்கு சாயங்காலம் வெளியே போகணும். வண்டி வேணும். അവരേതാ? ചെട്ടിയാർ സംസാരം. ഞാൻ വന്നവർക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പിടിക്കില്ലേ? എന്നാ ചെട്ടിയാർക്ക് പിടിക്കാച്ചേ? നല്ല തന്റേടിയാന്ന് തോന്നുന്നു. നീ അതൊന്നും പാക്ക വേണ്ട, വാ. உனக்கு தங்கறதுக்கு வசதியான வேணும். அது நான் ஏற்பாடு பண்ணி கொடுக்குறேன். என்ன சௌக்கியமா இருக்கா? டிஃபின் கிஃபின் எல்லாம் சாப்பிட்டாச்சா? ஸ்ட்ரெயிட்டா அம்பட்ட வாராவன். എന്റെ മോൾ എവിടെ സിസ്റ്റർ? മേലെ ഉണ്ട്. എന്റെ മോൾക്ക് എന്ത് പറ്റി സിസ്റ്റർ? ഒന്നുമില്ല, വിഷമിക്കാതിരിക്കും. ഡോക്ടർ അകത്തുണ്ട്, എക്സാമിൻ ചെയ്യുകയാണ്. എന്റെ മോൾ ഇങ്ങനെ വിഷമിച്ചാണ്. മമ്മിയെ വിട്ടുപോയി ഇല്ലേ? മമ്മി ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് മോൾക്കറിയില്ലേ? മമ്മിക്കിനി ആരുണ്ട് മോളെ? മമ്മി വന്നു മോളെ. മമ്മി തീർച്ചയായും വരാമെന്ന് പ്രോമിസ് ചെയ്തല്ലേ? മമ്മിയോടൊരു വാക്ക് പറയാൻ പോലും മോള് കാത്തു നിന്നില്ലല്ലോ. അവൾ പോയി സിസ്റ്റർ. എന്നെ വിട്ടേച്ച് അവൾ പോയി കളഞ്ഞു. നമ്മളിങ്ങനെ ഈ നിലയിലെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശിവേട്ട. നമ്മളെവിടെ എത്തി? എങ്ങും എത്തിയില്ല. എത്താനിരിക്കുന്നേ ഉള്ളൂ. ഇനിയും വളരണം, വലുതാകണം. ഈ ലോകം മുഴുവൻ എനിക്ക് വിലയ്ക്ക് വാങ്ങണം. എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഈ ശിവേട്ടനൊരു അത്യാഗ്രഹിക്കുക. രുക്മിണി ചേച്ചിയുടെ സ്ഥിതി എന്താണാവോ? അതൊന്നും ഓർക്കരുത്. ഓർത്താൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. അവൾ എങ്ങനെങ്കിലും ജീവിക്കും. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ്. ശിവേട്ടൻ ഇത്ര സ്വാർത്ഥനാണോ? സ്വാർത്ഥനാകാത്ത ഒരുത്തന് ഈ ഭൂമി ജീവിക്കാനൊക്കില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല. ഉക്കാരപ്പയ്യ. എടാ ശിവു, നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി. എടാ കൊച്ചനെ, ഞാൻ പാലാക്കാരൻ മത്തായിയാ. കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ. ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു. ഒരു ജോലിയും കിട്ടിയില്ല.
അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി. ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു. ഹനുമാന്റെ വേഷം. പടം 100 ദിവസം ഓടി. നല്ല പേരും കിട്ടി. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് എന്റെ മോന്ത ആരും കണ്ടില്ല. പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, കുറേ കാലം നാട്ടുകാരെന്നെ ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും. ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ. എന്നതിന്റെ കുറവാ. 2 ടാക്സി ഓടുന്നുണ്ട്. താമസിക്കാൻ ഇതുപോലൊരു ബംഗ്ലാവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ, ഇഷ്ടം പോലെ പണം. എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന്. സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അന്നുണ്ടാകും. ഞാനുണ്ടാക്കും. சுவாமி, இங்க வேற யாராவது வரதுண்டா? என்ன தவிர ഇവിടെ വേറെ ആര് വരാനാ? சிவன் வேற யாராவது அழைச்சிட்டு வரதுண்டான்னு? ഇല്ല മുതലാളി. இங்க வேற யாரும் வரக்கூடாது. நான் மட்டும்தான் வரலாம். நான் மட்டும். அப்படி வேற யாராவது வரக்கூடி இருந்தா அவங்க தரக்கூடிய பணத்தை உனக்கு சிவனுக்கும் ഇവിടെ ആരും വരില്ല മുതലാളി. മുതലാളി അല്ലാതെ ശിവേട്ടിന് ഇവിടെ ആരും പരിചയമില്ലല്ലോ. எனக்கு மட்டுமா இருக்கிற பொண்ணுதான் எனக்கு தேவை. என் அன்பா இருக்கணும், என் தேவைகள் எல்லாம் பார்க்கணும். அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை. അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ? ഭാര്യ இருக்கு. அந்த மாதிரி நிறைய பேர் இருக்கு. பட் ஆர்ட்ட இருந்தும் நான் நினைக்கிற மாதிரி அன்பு கிடைக்கல. நான் பணம் நிறைய சம்பாதிச்சாச்சு. ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது. அது புரியறதுக்கு இவ்வளவு நாளாச்சு. Too late. உனக்கு என்ன சிநேகிக்க முடியுமா? முடியுமா? இது நான் உனக்காக கொண்டு வந்தாக்கும். என்ன விலை தெரியுமா? 50,000 ரூபாய். நான் உனக்கு ஏன் தலையில தெரியுமா? நீ எனக்காக மட்டும் இருக்கிறதுதான். അങ്ങ് ഇപ്പോഴും സ്നേഹം വിലക്ക് ചോദിക്കുകയാണ്.